ബാക്ക് ടു നിപ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നമ്മൾ 2025 ഞാൻ പറഞ്ഞു തന്ന് മേടിച്ച് യൂസ് ചെയ്തിട്ട് ഭയങ്കര റിസൾട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ, കാരണം ഓരോ വീഡിയോസായിട്ട് ചെയ്യുമ്പോൾ കാണാത്ത ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ കാണാനും എല്ലാ പ്രൊഡക്റ്റും സൺസ്ക്രീൻ ആണെങ്കിലും ശരി, നമ്മളുടെ കൊളോജിൻ ആണെങ്കിലും ശരി, മോയ്സ്ചറൈസർ, ദെൻ ക്ലെൻസർ, ടോണർ എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. എല്ലാറ്റിനെയും കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം നമ്മളുടെ ക്ലെൻസർ. ഞാൻ കൂടുതൽ പ്രൊഡക്റ്റുകളും പറഞ്ഞു തന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം, കൊറിയൻ പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൂടുതലും പറയാറുള്ളത്. ബിക്കോസ് ഭയങ്കരമായിട്ട് റിസൾട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. അതിലും കൊറിയനിൽ തന്നെ പല രീതിയിലുള്ള ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി പല ആൾക്കാരും വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യാറുണ്ട്. സോ അത് യൂസ് ചെയ്തിട്ട് സൈഡ് എഫക്റ്റ് വന്നിട്ടുള്ള ഒത്തിരി ആൾക്കാരെ എനിക്ക് നേരിട്ട് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രൊഡക്റ്റും ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ അത് യൂസ് ചെയ്ത് എത്രത്തോളം റിസൾട്ട്. കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ട്, ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞ് യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ലാത്ത പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2025 ഞാൻ കൂടുതൽ പറഞ്ഞ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ എല്ലാവരും യൂസ് ചെയ്ത് ഒത്തിരി റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട്. എനിക്കത് വീണ്ടും കാണിക്കാൻ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. ബിക്കോസ് നമുക്ക് എന്താ പറയുക, ഇതിലെല്ലാത്തിലും അത്രയും റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് ഒന്നുകൂടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അപ്പോൾ കാരണം ഈ വീഡിയോസ് കാണാത്തവർ, ഈ ഓരോ പ്രൊഡക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് അവർക്ക് എല്ലാവർക്കും തന്നെ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലെൻസർ എടുക്കാം. ക്ലെൻസർ ഇത് കൊറിയൻ ക്ലെൻസറാണ്. ഇത് ഫേസ് ഷോപ്പിൻ്റെ ക്ലെൻസറാണ്. ഇത് ഞാൻ വീണ്ടും പറയണം, ഒരുപാട് പേര് ഉപയോഗിച്ചു, ഒരുപാട് പേര് എന്നോട് പറഞ്ഞു അത്രമാത്രം നമ്മൾ സ്കിന്നിന് മാറ്റം വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത്. സോ അത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾ സ്കിൻ ടൈപ്പിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലെൻസറും കൂടിയാണ്. ഇത് ക്ലെൻസിങ് ഫോമാണ്. അപ്പോൾ ഇത് വേണമെന്നുള്ളവർ ഇത് ട്രൈ ചെയ്തോളൂ കേട്ടോ. ദി ഫേസ് ഷോപ്പ് ക്ലെൻസറാണ് ഇത് വരുന്നത്. ദെൻ അടുത്തതെന്ന് വെച്ചാൽ മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ നോക്കുവാണെങ്കിൽ അതും ദി ഫേസ് ഷോപ്പിൻ്റെ തന്നെയാണ്. റൈസിൻ്റെ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതും കാണിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. സോ അതിൻ്റെ ടെക്സ്ചർ എല്ലാവർക്കും അറിയാം, ഞാൻ വീണ്ടും കാണിക്കേണ്ടതില്ല. ഭയങ്കര നല്ലൊരു ഗ്ലാസ് ഫിനിഷിങ്ങും, കൊറിയൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ നമുക്കൊരു ഗ്ലാസ് ടെക്സ്ചറോട് കൂടിയിട്ടാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റും അത്രമാത്രം നമ്മളുടെ സ്കിന്നിനെ ഭയങ്കര സോഫ്റ്റൻ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിത് കാണിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമൊന്നുമല്ല, അതിന് മുമ്പ് തൊട്ടേ തുടങ്ങിയതാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തിൽ ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുമുണ്ട്, പ്ലസ് ഒരുപാട് പേര് ഇത് മേടിച്ച് യൂസ് ചെയ്തിട്ടുമുണ്ട്. ഒത്തിരി റിസൾട്ട് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. സ്കിന്നിന് ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റോ വേറെ എന്തെങ്കിലും പ്രശ്നമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം. കാരണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ ഇതാണ് കേട്ടോ, ഈ ഒരു ടെക്സ്ചറിലാണ് ഇരിക്കുക. നമുക്ക് മിക്ക ആൾക്കാർക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ ഇടുമ്പോൾ സ്കിന്നൊന്ന് ഡള്ളാവുന്ന പോലെ അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് ആവുമോ എന്നുള്ളൊരു ഫീലാണ്. ബട്ട് ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഒരിക്കലും ഡള്ളാവുകയോ ഡാർക്കാവുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യത്തില്ല. സ്കിന്ന് ഒന്നുകൂടെ നല്ലപോലെ സോഫ്റ്റാക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. സോ ഇത് നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇനി അടുത്തത് ഇത് നമ്മൾ നോക്കിയപ്പോൾ ഇനി അടുത്തത് ടോണർ നമുക്ക് നോക്കാം. ടോണർ റൈസ് വാട്ടർ ടോണറാണ്. സോ ഇതിൽ രണ്ട് രീതിയിലുണ്ട് റൈസ് വാട്ടർ. ഇത് റൈസ് വാട്ടർ മോച്ചി ടോണറാണ്. ഇച്ചിരിയും കൂടെ ഒരു ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് നല്ലപോലെ റിസൾട്ട് ഉള്ളതാണ്. ടോണി മോളിയുടെ ആണ് വരുന്നത്, ഫേസ് ഷോപ്പിൻ്റെ ടോണി മോളി. സോ ഇതിൻ്റെ തന്നെ വേറൊരു എന്താ പറയുക, ഒരു ഓയിലി സ്കിന്നുകാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റേ ടോണറും ഉണ്ട്. സെയിം തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ടെക്സ്ചർ കുറച്ചും കൂടെ ഒരു ചെറിയൊരു തിക്കായിരിക്കും. മറ്റേത് അങ്ങനെ ആയിരിക്കില്ല, കംപ്ലീറ്റ്ലി ഒരു വാട്ടർ ബേസ്ഡ് ആയിരിക്കും. സോ അപ്പോൾ ഈ ഒരു ടോണർ വേണമെന്നുണ്ടെങ്കിൽ ഇത് ടോണി മോളിയുടെ ടോണറാണ്. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് അതും യൂസ് ചെയ്യാം. ഇത് രണ്ടും നമ്മൾ ഫേസ് ഷോപ്പിൻ്റെ തന്നെയാണ്, നമ്മൾ നൈക്കിയിൽ അവൈലബിൾ ആണ്. സോ നൈക്കിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും.
കാരണം നമ്മൾ ഇനിയിപ്പോൾ ഒരു 2025 കഴിഞ്ഞു നമ്മൾ ഇനിയും 26ലേക്ക് പോകുമ്പോൾ നമ്മളുടെ നമുക്ക് തന്നെ ഒരു മാറ്റം നമ്മൾ തന്നെ കൊണ്ടുവരണം. അപ്പോൾ അതിന് ഞാൻ എപ്പോഴും പറയുന്നത് സ്കിൻ കെയർ ഒക്കെ തന്നെയാണ്. ഇനി കുറേ പ്രൊഡക്റ്റ് പറയാനുണ്ട് കേട്ടോ, സ്കിൻ കെയർ ഒക്കെ തന്നെയാണ്. അപ്പോൾ സ്കിൻ കെയറിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് മിക്ക ആൾക്കാർക്ക് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ സ്കിൻ ഭയങ്കര ചിലവർക്ക് പല പല പ്രശ്നങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് സ്കിന്നിൽ. ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾ വന്നു, അല്ലെങ്കിൽ സ്കിൻ ഭയങ്കര ഡാർക്കായി പോയി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അതിനുശേഷം സ്കിൻ ഭയങ്കര ഡള്ളായി, പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഡാർക്ക് സ്പോട്ട് വരാൻ തുടങ്ങി, ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി പേരെ എനിക്കറിയാം, എന്നോട് ഒത്തിരി പേര് പറയാറുമുണ്ട്. സോ അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ എന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു നോളേജ് നമ്മൾ എടുക്കാത്തത് കൊണ്ടാണ്. എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളതും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ടില്ല. പ്രൊഡക്റ്റിനെ അറിയുന്നതിലുപരി നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. നമ്മളെ സ്കിന്നിന് നമുക്ക് എന്താണ് വേണ്ടത്, ഏതൊക്കെ പ്രായത്തിൽ നമുക്ക് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യേണ്ടത്, നമ്മളെ സ്കിൻ ടൈപ്പിനനുസരിച്ച് എന്ത് പ്രൊഡക്റ്റ് വേണം, എപ്പോഴാണ് നമ്മൾ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യേണ്ടത്, കൊളോജിൻ എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്, അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഓർഡറിൽ നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു സ്കിൻ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രമാത്രം നമുക്ക് റിസൾട്ടായിരിക്കും. കാരണം സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മേക്കപ്പ് അല്ല. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, മേക്കപ്പായിട്ട് നോക്കരുത്, സ്കിൻ കെയർ ആണ്. അത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മളുടെ സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മൾ ശരീരം നമ്മൾ നോക്കൂ, നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ നോക്കുന്ന പോലെ നമ്മളെ സ്കിന്നിന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത്രമാത്രം നമ്മളുടെ സ്കിന്നിന് ഡാമേജ് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പെട്ടെന്ന് ഏജ് ആകുക എന്നുള്ളൊരു സംഭവം. നമുക്ക് ആർക്കും തന്നെ ഇഷ്ടമല്ല. പക്ഷേ നമ്മൾക്ക് അതിന് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഏജ് ആവാതെ ഒരിക്കലും ഇരിക്കില്ല, നമുക്ക് എത്ര വേണമെങ്കിൽ ഏജ് ആയിക്കോട്ടെ. പക്ഷെ നമ്മളെ കാണുമ്പോൾ ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആക്കിയേ പറ്റൂ. ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് അത്രയും ഗ്ലോ ആയിട്ടും എങ്ങായിട്ടും ഇരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതിൽ ഒരു മാറ്റവും. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു കൊടുത്ത ഈ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് പേർക്ക് മാറ്റമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അറിവ് എന്തായാലും കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന 7th നമ്മളൊരു ഓൺലൈനിൽ ക്ലാസ് വെച്ചിട്ടുണ്ട് സ്കിൻ കെയറിൻ്റെ. ആ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെച്ചാൽ ചെറിയ പിള്ളേരുടെ സ്കിൻ കെയർ മുതൽ അത്രയും പ്രായമായവരുടെ സ്കിൻ്റെ ടെക്സ്ചർ വരെയും നമ്മൾ പറഞ്ഞു തരും. അതിനനുസരിച്ചിട്ടുള്ള ഓരോ പ്രൊഡക്റ്റുകൾ ഓരോ പ്രായത്തിൽ നമ്മൾ ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും കംപ്ലീറ്റ് പ്രൊഡക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടാവും. ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, നമുക്കിപ്പോൾ എല്ലാവർക്കും ആഗ്രഹമാണ് എന്ത് നമ്മൾ ഓൺലൈനിലായിക്കോട്ടെ എന്ത് കണ്ടാലും നമ്മൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും. ഓക്കെ, പെട്ടെന്ന് വെളുക്കും എന്നുള്ള ഒരു സംഭവം മാത്രം കണ്ടാൽ മതി, വേറെ ഒന്നും കാണണ്ട, അവിടെ ഒന്നും നോക്കാറില്ല. അത് നമ്മൾ മാറ്റി വയ്ക്കുക. നമ്മളുടെ ആ ഒരു ഹാബിറ്റ് അതൊന്നും മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, നമുക്ക് എന്താണ് പ്രായം, അല്ലെങ്കിൽ നമ്മളുടെ സ്കിൻ ടൈപ്പ് എന്താണ്, നമ്മളുടെ സ്കിന്നിനനുസരിച്ച് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് വേണം, അതുപോലെ തന്നെ നമ്മുടെ ഏജിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് സ്കിൻ കെയർ കൊണ്ടുപോകേണ്ടത്, എന്താണ് ശരിക്കുള്ള സ്കിൻ കെയർ റൊട്ടീൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരിക. മാത്രമല്ല കംപ്ലീറ്റ് ഇതിൻ്റെ ഓരോ പ്രൊഡക്ട്സും ഓരോ പ്രായക്കാർക്ക് അനുസരിച്ചുള്ള പ്രൊഡക്ട്സും എല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരുവാണ്. കാരണം നമുക്ക് ഓൺലൈനിലൂടെ എത്രത്തോളം നമുക്ക് ഈ യൂട്യൂബിലൂടെ പറഞ്ഞാൽ ആ ഒരു ടൈം ലിമിറ്റിൽ നമുക്ക് എല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ക്ലാസ് വെച്ചേക്കുന്നത്. അതൊരു 1.5 hour വരും മാക്സിമം. അപ്പോൾ ആ ഒരു ക്ലാസ് താല്പര്യമുള്ളവർ വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ കേട്ടോ, 399 ഉള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഒരു ഫീസ് വെച്ചതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുള്ളൂ. അതിനു വേണ്ടി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും ആ ഒരു നമുക്ക് ഇങ്ങനെയുള്ളൊരു നോളേജ് കിട്ടണം. എനിക്കും എൻ്റെ സ്കിന്നെ ഇമ്പ്രൂവ് ചെയ്യണം, എൻ്റെ സ്കിന്നിലുള്ള കാര്യങ്ങളെല്ലാം മാറ്റി. നമ്മൾ പലവരോടും ചോദിക്കും എൻ്റെ സ്കിന്നിന് ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ വന്നു, ഇന്ന കാര്യമാണ് എന്നൊക്കെ ചോദിക്കുന്നതിലുപരി നമുക്ക് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമുക്ക് തന്നെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഓരോരുത്തരുടെയും സ്കിന്നിനനുസരിച്ച് എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് അങ്ങോട്ട് അഡ്വൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മളുടെ സ്കിന്നും അതുപോലെ നമ്മളെ കെയർ ചെയ്യണം, സെൽഫായിട്ട് നമ്മളുടെ
സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളോടൊരു സെൽഫ് ലവ് ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇത് അറിയണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പം വരുന്ന 7th അപ്പോൾ താഴെ നമ്മളുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ് എത്രയും പെട്ടെന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ അതിൽ കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് സ്കിൻ കെയറിൻ്റെ വരും. പിന്നെ ഒരു ഡൗട്ടും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇത് മോച്ചി ടോണർ ടോണി മോളിയുടെ ആണ്. സോ ഇത് നമുക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻ നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. സെയിം തന്നെ നമുക്ക് ഓയിലി സ്കിന്നിനും വരുന്നുണ്ട്. അതെടുക്കുക, കാരണം ഇത് കംപ്ലീറ്റ്ലി എന്താ പറയുക, റൈസ് വാട്ടറാണ്. ഇതും കൊറിയനാണ്. സോ റൈസ് വാട്ടർ എപ്പോഴും നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ അൺഈവൺ സ്കിൻ ടോൺ ഈവൺ ആക്കാനും നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ടോണർ യൂസ് ചെയ്തോളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാം നമ്മളുടെ സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഞാൻ 2 രീതിയിൽ പറഞ്ഞു തന്നു. രണ്ടും ഇന്നസ്ഫ്രീയുടെ ആണ്. ഇതൊന്ന് ഓയിലി സ്കിന്നിന് നല്ലതാണ്. നോ സെബം. ഇതിനകത്തെന്ന് വെച്ചാൽ സെബം ഉള്ളതാണ് കുറച്ച്. അതായത് സിറോ ആണ് ഇത് വരുന്നത്. വൈറ്റമിൻ അല്ല, ഇത് സൺസ്ക്രീൻ സെറോ ആണ്. സൺ സെറോ ആണിത്. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതിനകത്തും ഉണ്ട്. എന്നാലും ഒന്നുകൂടെ കാണിക്കാം. നമ്മൾ സാധാരണ സൺസ്ക്രീൻ ഇടുമ്പോഴും ഞാൻ മോയ്സ്ചർ കണ്ടോ വല്ലതും ഒരു വൈറ്റ് കാസ്റ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും വേണ്ടത് അതാണല്ലോ. കാരണം സൺസ്ക്രീൻ ഇടുമ്പോൾ ഭയങ്കര ഒരു വൈറ്റ് കാസ്റ്റ് കാരണം ആരും തന്നെ കൂടുതലും ചിലവർക്ക് സൺസ്ക്രീൻ ഇടുമ്പോൾ ഭയങ്കര സ്കിൻ ഒന്നുകൂടെ ഡാർക്ക് ആവുന്ന പോലത്തെ ഫീലായിരിക്കും. ചിലവർക്ക് ഇഷ്ടമല്ല. അതെന്തോ ഇട്ട് കഴിഞ്ഞപ്പോൾ സ്കിൻ ഒരു ഡള്ളായി പോലെയോ ഭയങ്കര ഓയിൽ ഫീൽ പോലെയൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാർ സൺസ്ക്രീൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇന്നസ്ഫ്രീയുടെ ഈ ഒരു സൺസ്ക്രീൻ കേട്ടോ. ഇത് ഗ്രീൻ ടീ ആണ് ഇതിനകത്ത് വരുന്നത്. നല്ല സൺ സെറം എന്നുള്ളത് നോക്കിയാൽ മതി. ഇത് നമുക്ക് നൈക്കയിൽ അവൈലബിൾ ആണ്. സോ ഇത് നോക്കിക്കോളൂ. പിന്നെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, നോ സെബം സൺസ്ക്രീൻ ഫോർ ഓയിലി സ്കിൻ. നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ടോണപ്പ്. എന്നോട് ഏറ്റവും കൂടുതൽ ഈ വർഷം ചോദിച്ച ഒരു സംഭവമായിരിക്കാം ടോണപ്പ് ക്രീമിനെ കുറിച്ചിട്ട്. സോ അടിപൊളി ടോണപ്പ് ക്രീമാണ് കേട്ടോ. ഇത് ഇന്നസ്ഫ്രീയുടെ ആണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം. മിക്ക ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ ഒന്നും കൂടി ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ടോണപ്പ് ക്രീം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്നുള്ളതും കൂടി പറഞ്ഞുതരാം. നമ്മൾ മോയ്സ്ചർ ചെയ്തിട്ട് നമ്മൾ മുമ്പൊക്കെ ഈ ഫെയർനെസ് ക്രീമുകളൊക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ ജസ്റ്റ് അത്, കാരണം മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫെയർനെസ് ക്രീമിന് പകരമായിട്ട് നമ്മൾ സ്കിൻ ടോൺ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നതാണ് ടോണപ്പ് ക്രീം എന്നുള്ളത്. സോ അപ്പോൾ അത് ഇന്നസ്ഫ്രീയുടെ ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചെല്ലാം കുറച്ച്, അതായത് അത്ര കുറഞ്ഞ ബഡ്ജറ്റിലുള്ളതല്ല, കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷേ എന്ന് വെച്ചാൽ അത്രയും അല്ല. എന്നാൽ ഇതെല്ലാം തന്നെ പ്രീമിയം പ്രൊഡക്റ്റാണ്. പക്ഷേ ട്രൈ ചെയ്ത് നോക്കും, നമുക്ക് ബെസ്റ്റ് റിസൾട്ടായിരിക്കും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തത് ചെയ്തിട്ട് കാര്യമില്ല. അടുത്തത് നമുക്ക് നോക്കാം നമ്മളുടെ കൊളോജിൻ സിറം. കൊളോജിൻ എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മളുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻറ്റി ഏജിങ്ങിനുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിറമാണ് കൊളോജിൻ സിറം. സോ ഇത് വൈറ്റമിൻ സി ആണ് വരുന്നത്. ഇതും ഫേസ് ഷോപ്പിൻ്റെ കൊളോജിൻ സിറം ആണ് കേട്ടോ. ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിൻ്റെ ടെക്സ്ചറും ഇതുപോലെയാണ്. ഒന്നും തന്നെ നമുക്ക് ഒരു എന്താ പറയുക വല്ല ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഇട്ട പോലെ ഒന്നും നമുക്ക് തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സൂപ്പർബാണ്. ഭയങ്കരമായിട്ട് റിസൾട്ടാണ്. കൊളോജിൻ സിറം നിങ്ങൾ നൈറ്റ് മാത്രം യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. ഒരു ആൻറ്റി ഏജിങ്, ഒരു 40 എബോവ് ഉള്ളവർക്ക് നമുക്കിത് കുറച്ചും കൂടെ നമ്മളുടെ സ്കിൻ ടെക്സ്ചർ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇലാസ്റ്റികത ബാലൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകളാണ് സ്കിൻ കെയറിൽ ഞാൻ കൂടുതലും ഈ വർഷമല്ല കഴിഞ്ഞു പോയല്ലോ ഒരു ദിവസം കഴിഞ്ഞ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഈ പ്രൊഡക്റ്റുകളെല്ലാം. പക്ഷേ എനിക്ക് ഈ പ്രൊഡക്റ്റുകളെല്ലാം പറയുമ്പോൾ തന്നെ എനിക്ക് അത്രയും സന്തോഷമാണ് കേട്ടോ. കാരണം അത്രമാത്രം റിസൾട്ടുള്ള പ്രൊഡക്റ്റ് പറഞ്ഞാൽ വേറെ ഇല്ല. അത്രയും സൂപ്പർബായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇത്രയും മാത്രമല്ല, ഇനിയുണ്ട്. എൻ്റെ കയ്യിലെല്ലാം കൂടി എടുക്കാൻ പറ്റുന്നില്ല. സോ ഇത്രയും പ്രൊഡക്റ്റുകൾ സൂപ്പർബായിട്ടുള്ള റിസൾട്ടാണ്. സോ ഇത് ഞാൻ ഒരു ടെൻഷനും ഇല്ലാതെ പറയും, നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം എന്നുള്ളത് ഞാൻ എല്ലാവരോടും തന്നെ പറയും കേട്ടോ.
അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്ക് വരാൻ പോകുന്ന വർഷം അടിപൊളി വർഷമായിരിക്കട്ടെ. നമ്മളുടെ വരാൻ പോകുന്ന വർഷമല്ല, സോറി, വന്നു കഴിഞ്ഞു 2026. വെരി വെരി സോറി. എനിക്കിപ്പോഴും അതിൽ നിന്ന് 25 ഇങ്ങോട്ട് വന്നിട്ടില്ല എൻ്റെ മൈൻഡ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ 26 നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വർഷമായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ അതിന് ആദ്യം നമുക്കൊരു കോൺഫിഡൻസ് വേണം. അതിനായിട്ട് നമ്മളുടെ സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പറാക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ക്ലാസ് മറക്കരുത് കേട്ടോ. നമ്മൾ എന്താ പറയുക, നമ്മളുടെ സ്കിൻ്റെ ടെക്സ്ചറും ബെറ്റർ ആകണം. ഞാനും ഒരു സെലിബ്രിറ്റി ലുക്കിലേക്ക് എനിക്കും വരണം. ഞാനും ഓക്കെ ആയിരിക്കണം. ഇനിയും നമ്മളത് വായിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സീറ്റ് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിച്ച് യൂസ് ചെയ്യുക കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. അത് ഉപയോഗിച്ചവർ കമൻറ്റ് ചെയ്യുക കേട്ടോ, എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.